ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം മതിയാവില്ല, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് നല്ലപോലെ ഇതുപോലെ അങ്ങോട്ട് ഉടഞ്ഞ പാകത്തിൽ അങ്ങോട്ട് റെഡിയാക്കി എടുക്കണം. അങ്ങനെ റെഡിയായി വന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടേക്ക് ഒരു ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ 2 മുട്ടയും കൂടെ അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അവനെ കൂടെ നല്ല സ്ക്രാമ്പിൾഡ് പോലെ അങ്ങോട്ട് ആക്കിയെടുത്തതിന് ശേഷം നമ്മളുടെ റെഡിയായിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മിക്സുമായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ അങ്ങോട്ടേക്ക് മിക്സ് ചെയ്യുക ഇതുപോലെ. അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സൊക്കെ ഒന്ന് തണുക്കാൻ പറ്റൂ. അപ്പോൾ നല്ല കറക്റ്റ് കട്ടി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇത്തിരി മല്ലിയിലയും കൂടെ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയില കേടാവാതെ കുറേ നാളിരിക്കാനായിട്ടുള്ളൊരു ടിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ഷോർട്ടായിട്ട് വേറെ ഇടാം, കണ്ടുനോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ടോസ്റ്റൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമ്മുടെ സവാളയും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാണ്. ഈ ഉപ്പ് മാത്രമല്ല കേട്ടോ ഇതിലേക്ക് ചേർക്കണേ, വിഷ്ണുവിൻ്റെ സ്പെഷ്യൽ 2 സാധനങ്ങളും കൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതെന്താണെന്നോ അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ഇതേപോലെ നമ്മുടെ മല്ലിയിലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേറൊരു ചെറിയ ഷോർട്ടായിട്ട് ഇടാം. അപ്പോൾ അതിൽ പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന രീതി കാണിക്കാൻ വിട്ടുപോയി, എന്നാലും അതെങ്ങനെ ഉണ്ടാക്കിയേക്കണം എന്നുള്ളത് കാര്യം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മളുടെ പച്ച സോസാണ്, പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ളത് ചുമന്ന സോസാണ്. അപ്പോൾ ഈ 2 സാധനവും ഇതെങ്ങനെ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. റെഡ് ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും. അപ്പോൾ നമ്മുടെ അത് 2ഉം കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമ്മുടെ തക്കാളി സവാള മിക്സ് ചേർത്തു. അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സും വെച്ചു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബ്രെഡ് സാൻഡ്വിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ തന്നെ അത് റെഡിയായി വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ടോസ്റ്റർ കുറേ കാലമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, മോർഫി റിച്ചാർഡിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ. വേണ്ടവർ വാങ്ങിച്ചോളൂ. എന്തായാലും എനിക്ക് ഇത്രയും കാലമായി, വർഷങ്ങളായി ഞാൻ വാങ്ങിച്ചിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ റെഡിയായി വരുന്നതിൻ്റെ പുകയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി റെഡ് മാറി ഓറഞ്ചിലേക്ക് കത്തും. ഓറഞ്ചിലേക്ക് കത്തിക്കഴിഞ്ഞാൽ സംഭവം റെഡി എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് എടുക്കാം. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേൽ നമ്മൾ നെയ്യോ ബട്ടറോ ഒന്നും പുരട്ടിയിട്ടുണ്ടായില്ല, അല്ലാതെ തന്നെ നേരിട്ട് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുക ടൊമാറ്റോ അല്ലെങ്കിൽ ഒനിയൻ ഇതൊക്കെ റൗണ്ടിൽ അരിഞ്ഞിങ്ങനെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ക്യാബേജ് അങ്ങനെയൊക്കെ വയ്ക്കുമല്ലോ, അതൊക്കെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല, ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ബ്രെഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ കുറച്ച് നെയ്യ് കൂടി പുരട്ടിയിട്ട് ഒരെണ്ണം കൂടി നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുത്ത് വരാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബ്രെഡ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ